എന്നാലും കൊള്ളാം. പടം കയറി കുറച്ച് കൊളുത്തും. ക്ലൈമാക്സിന് ഒരു 20 മിനിറ്റ്സ് വൺ പൊളിയാണ്. ക്യാമിയോ ഒരു വലിയൊരു ക്യാമിയോ തന്നെയുണ്ട്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്രിവാൻഡ്രം അൺഫിൽറ്റഡ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഏറ്റവും പുതിയ ചിത്രമായ ചത്തപ്പച്ചയുടെ വിശേഷങ്ങളുമായിട്ടാണ്. പടം മൊത്തത്തിൽ എൻ്റർടൈൻമെൻ്റ് ആണ്. എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ നല്ല എന്ന് വെച്ചാൽ ഈ 90s 20s കറക്റ്റായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ പണ്ട് സ്കൂളിൽ കാണിക്കുന്നതും ഗുസ്തിപരമായിട്ടും എന്തുകൊണ്ട് കേരളത്തിൽ ഇങ്ങനെ ഒരു സ്പോർട്സ് വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരത്ത് ഒരു പടം ഇറക്കിയിട്ടുണ്ട്. നല്ല പടം. ക്ലൈമാക്സിന് ഒരു 20 മിനിറ്റ്സ് വൺ പൊളിയാണ്. ക്യാമിയോ ഒരു വലിയൊരു ക്യാമിയോ തന്നെയുണ്ട്. എന്റർടൈൻമെന്റ് പടമാണ്, സത്യമായിട്ട് എന്റർടൈൻമെന്റ് പടമാണ്. അടിപൊളി. എടുത്തു പറയാൻ പറ്റുന്നത് മോഹൻലാൽ വരുമെന്ന് വിചാരിച്ചു, പക്ഷേ അത് വന്നില്ല. ബാക്കി പടം ഫുൾ ഹിറ്റാണ്. ക്യാമിയോസ് ഒക്കെ അടിപൊളിയായിരുന്നു, ക്ലാസിക് ആയിരുന്നു. സർപ്രൈസ് എലമെന്റ്സ് പ്രതീക്ഷിക്കാം, പക്ഷേ അത് പുറത്ത് പറയുന്നില്ല. കൊള്ളാം, ഒരു രക്ഷയില്ല, പ്രതീക്ഷയില്ല, എത്ര നന്നായിട്ടുണ്ട്. ഇത് ക്ലൈമാക്സ് ആണ് മെയിൻ. ക്ലൈമാക്സ് ഒരു ആക്ഷൻ സീൻസും മ്യൂസിക്കും എല്ലാം പീക്ക്, ഒരു രക്ഷയില്ല. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അതാണ് അത് ഉണ്ട് ഒരു അതാണ് പീക്ക് എക്സ്പീരിയൻസ്. അത് വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം, അതേ ഉള്ളൂ. ലാസ്റ്റ് ആ ഒരു ക്ലൈമാക്സ് പൊട്ടുവയ്യ പൊളിച്ചടിക്കും കിട്ടണം പടം. മെഗാസ്റ്റാർ കഴിഞ്ഞാട്ടാണ് ക്ലൈമാക്സ്. ഇന്റർവെല്ല് കിട്ടിയിലായിട്ട് ഡെബ്യൂട്ടിൻ്റെ എടുത്ത പടമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഫുൾ ഹൈ എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഹൈ, നമ്മളൊരു എന്തോ സ്റ്റഫ് അടിച്ച് കാണുന്ന പോലത്തെ പടമാണ്. അത്രയ്ക്ക് ഹൈ പടം, ഫുൾ ഓഫ് റൊമാൻറ്റിഫിക്കേഷൻ മൊമെന്റ് ആണോ? ഉറപ്പായിട്ട്. അതായത് ഞാൻ പറഞ്ഞു, ഹൈ എന്ന് വെച്ചാൽ എക്സ്ട്രീം ഹൈ ആണ് പടം. ഒന്നും നമുക്ക് മോശമായിട്ട് ഒന്നും പറയില്ല, എല്ലാം ടോപ്പായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. തൊട്ട വിവരം അറിയും, അങ്ങനെ എടുത്ത രീതിയിലാണ് എടുത്ത് വെച്ചിട്ട്. ക്യാമിയൊക്കെ പറയാൻ വാക്കുന്നില്ല, അതാണ് സംഭവം. പടം ഒരു ഇതുമില്ല, ഒരു വ്ളോഗ് ഒന്നുമില്ല, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കിടിലൻ. ഒരു അഴിഞ്ഞാട്ടം കുറച്ച് ഉണ്ടായിരുന്നു. പിന്നെ അർജുൻ അശോകൻ്റെ പെർഫോമൻസ് ഒക്കെ നല്ല കിടിലായിരുന്നു. ഇപ്പോഴുള്ള ഒരു നടന്മാരെ വെച്ച് നോക്കണേ പുള്ളി കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൊക്കെയാണ് പടം വന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴുള്ള യൂത്ത് തലമുറകൾക്കും ഒരു 15 വയസ്സായതും 25 വയസ്സായുള്ള പിള്ളേർക്കൊക്കെ ഈ പടം ഒരുപാടായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് സമയം പോകാൻ നല്ല രീതിയിൽ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ മമ്മൂക്കയുടെ ഒരു അഴിഞ്ഞാട്ടം എന്ന് പറയാം, കിടിലായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു പടം കാണാൻ. എല്ലാവരും കാണാനുള്ള ഒരു നല്ലൊരു പടമാണ്. ആവറേജാണ്. ഇപ്പോൾ ആക്ഷനൊക്കെ അടിപൊളിയായിരുന്നു. റെസ്ലിംഗ് മൂവ്മെൻറ്റ്സ് ഒക്കെ നല്ലതായിരുന്നു. പക്ഷേ കുറച്ചുകൂടെ അവർക്ക് ആഡ് ചെയ്യാമെന്ന് എനിക്ക് തോന്നി. ഡയറക്ഷൻ ടെക്നിക്കലി അടിപൊളിയായിരുന്നു. മ്യൂസിക്കും ശങ്കരാസാനിലായി സൂപ്പറാക്കിയിട്ടുണ്ട്. ഡയറക്ഷൻ ടെക്നിക്കലി അടിപൊളിയാണ് സിനിമ, പക്ഷേ സ്റ്റോറി കുറച്ചുകൂടെ നന്നാക്കിയായിരുന്നു. മലയാളത്തിൽ ആദ്യത്തെ ഒരു മുഴുനീള WWE സ്റ്റൈൽ ആക്ഷൻ ചിത്രമാണ്. ആ ഒരു ഫുൾ ഓഫ് എഫേർട്ട് നമുക്ക് കാണാൻ പറ്റുമോ? മുഴുനീള WWE എന്ന് പറയാൻ പറ്റില്ല, അതിൽ കുറച്ച് WWE ഉണ്ട്. അതിൽ ചെയ്ത റെസ്ലിംഗ് അടിപൊളിയായിരുന്നു. റെഫറൻസ് എല്ലാവരെയും WWE സൂപ്പറായിരുന്നു. പക്ഷേ കോമഡി വർക്കായിട്ടുണ്ടോ? കോമഡി എനിക്ക് വലുതായി വർക്കായില്ല, ഓക്കെ എന്ന് പറയാം. കഥയും കുറച്ചുകൂടെ നന്നാക്കായിരുന്നു, പക്ഷെ കൊള്ളാം, കണ്ടിരിക്കാം. എന്നാലും കൊള്ളാം. പടം കയറി കുറച്ച് കൊളുത്തും. എന്തായാലും കൊള്ളാം. സെറ്റ് പടം പോരാ, ഫ്രാങ്കായിട്ട് പറയാം, പടം പോരാ. മമ്മൂട്ടി ഒരു കാരണവും ഇല്ലാതെയാണ് ഗസ്റ്റ് റോളായിട്ട് വന്നിരിക്കുന്നത്, നോ ഡൗട്ട്. കാരണം എന്താ പറയുക, ഇത് പ്രേക്ഷകരാണ്. ഡെഫിനറ്റ്ലി. കാരണം എന്താ പറയുക, ആവശ്യമില്ലാത്ത ഹൈപ്പ് മമ്മൂട്ടി ഉണ്ട് എന്നെല്ലാം കരുതി കൊണ്ടുവന്നിരിക്കുന്നു. മലയാള സിനിമയിൽ എത്രയോ നല്ല കഥാപാത്രങ്ങളുടെ മമ്മൂട്ടി വന്നിട്ടുണ്ട്, നമ്മളിന്ന് വിസ്മരിക്കാതെ കാണുകയാണ്. കഥ പറയുമ്പോൾ പോലും ഇപ്പോൾ കണ്ട് നമ്മൾ വീണ്ടും കാണുന്നു. നല്ലതെന്ന് പറയാൻ ഒരു മടിയുമില്ല. കാരണം ഇതിനകത്ത് വളരെ മോശം ഒരു കാരണവും ഇല്ലാത്ത ഒരു ഗസ്റ്റ് റോളിലേക്ക് വന്നിരിക്കുന്നു, കൊണ്ട് ഫിനിഷായി തിരിച്ചിരിക്കുന്നു. എൻട്രി ഭയങ്കരമായിട്ട് കത്തിച്ച് കളഞ്ഞ്. പിന്നെ സ്പോട്ട് ഡബിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരു ഡബിങ് ഒന്നും നമുക്ക് വലുതായിട്ട് ഫീൽ ചെയ്യില്ല. പക്ഷേ എൻട്രി വരെ തിയേറ്റർ കത്തിച്ച് കളഞ്ഞു. നമ്മൾ എന്ത് പ്രതീക്ഷിച്ചോ അതിൻ്റെ ഒരു മേലിൽ പടത്തിൽ മമ്മൂക്കയുടെ ഒരു എൻട്രിയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്.